കൈ കടത്താവുന്ന തരത്തിൽ ദ്വാരമുണ്ടാക്കി ആ കൈ അതുവഴി കൈയകത്തേക്ക് ഇടുന്നു. തുടർന്ന് ജനൽ വാതിലിന്റെ പാളി കൊളുത്ത് താഴേക്കാക്കുന്നു. തുടർന്ന് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കിടക്കുന്നു. ആ സമയത്ത് ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുന്ന ഈ ഗൃഹനാഥനായിട്ടുള്ള വിജയകുമാറിനെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുന്നു. തുടർന്ന് മുറിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭാര്യ മീരയെ അവിടെ പോയി കൊലപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് പോലീസിന്റെ നിലവിലുള്ള ഒരു. ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മൾ ദിനം പ്രതി എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കാണ്ടിരിക്കും. ഒന്നെങ്കിൽ പീഡനം, കൊലപാതകം, മരണം, വെട്ടുകുത്ത്, അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത ദിവസവും കേട്ടുകൊണ്ടിരിക്കും. ആ ഒരു വാർത്ത പോലെ തന്നെയാണ് ഇന്ന് രാവിലെ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. അതും കോട്ടയത്ത് തിരുവാതിക്കൽ ഒരു ദമ്പതികളെ ഇതുപോലെ കൊല്ലുന്നൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാനിടയായത്. ആ ഒരു വാർത്തയിൽ എന്ന് പറയുന്നത് വിജയകുമാറും മീരയും എന്നാണ് അവരുടെ രണ്ടുപേരുടെയും പേര്. അവർ ഒരാൾ വന്നിട്ട് ഈ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥനാണ്, ഒരാൾ വന്നിട്ട് ഡോക്ടറാണ്. അപ്പം കോടീശ്വരൻ എന്ന് വെച്ചാൽ കോടിക്ക് മേലെ കിടക്കുന്ന ആളെന്ന് തന്നെ പറയാം. കാരണം ആ ഒരു ബംഗ്ലാവ് വീട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരു ഫുൾ മതിൽ കെട്ടും ഒക്കെ ഉണ്ടാക്കി ചെയ്തിട്ടിരിക്കുന്ന ഒരു വീട്. അപ്പം അതിനകത്ത് 2 പട്ടികളുണ്ട്. അപ്പം പട്ടികൾ ഉണ്ടെന്നൊക്കെ എഴുതി വെക്കുമ്പോഴത്തേക്ക് വലിയ വലിയ വീടുകളിൽ ഒരു പ്ലാനിങ് ഉണ്ട്. അവർ ഈ ഗേറ്റിന് പുറത്തെ വലിയ രീതിയിൽ അങ്ങ് എഴുതി വെക്കും, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നൊരു പേര് എഴുതിയേക്കും. അപ്പോൾ ഈ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം കുറയും. അപ്പോൾ അവർ ഇങ്ങോട്ടുമായിട്ട് ബന്ധം വെക്കാറില്ല, ഇവർ അങ്ങോട്ടുമായിട്ട് ബന്ധം വയ്ക്കുക. അതിനുവേണ്ടി തന്നെയാണ് ഇവർ ഈ വലിയ ഗേറ്റും വലിയ മതിൽക്കെട്ടൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ ഇപ്പോൾ കയറാതിരിക്കാൻ പട്ടിയെ വളർത്തുന്നുണ്ടായിരിക്കും. അതുമാത്രമല്ല, വീടിന് ചുറ്റും CCTV ആണ്. അപ്പോൾ ആ CCTV മുക്കും മൂലയിലും CCTV ആയിരിക്കും. കാരണം ഇത്രയും വലിയൊരു ബംഗ്ലാവ്, ഇത്രയും വലിയൊരു കോടീശ്വരൻ, അപ്പം ആ ഒരു കോടീശ്വരൻ്റെ വീട്ടിൽ ഇതൊക്കെ വയ്ക്കും. പിന്നെ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, എപ്പോഴും നമ്മൾ പണം ഉണ്ടെന്നുള്ള രീതിയിൽ വിചാരിച്ച് സാധാരണക്കാരോടും പെരുമാറുക. അവരോടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ പെട്ടെന്ന് അവരായിരിക്കും ഓടിയെത്തുക. പക്ഷേ ഇതങ്ങനെ ഓടിയെത്താനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അതിൽ കെട്ടിനകത്തൊരു വീടും വെച്ചിരിക്കുന്നു, ഗേറ്റും പൂട്ടി, റിമോട്ട് കൺട്രോളുള്ള ഒരു ഗേറ്റും. അപ്പോൾ ആ ഒരു കാര്യം അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ ആരും അറിഞ്ഞിട്ടില്ല. ഇവർക്ക് ഇവിടെ നിന്ന് ഒരു നിലവിളി പോലും അവരാരും കേട്ടിട്ടില്ല. ഇപ്പോൾ നിലവിളിക്കുന്നത് മറ്റുള്ളവർ കേൾക്കാൻ നമ്മൾ എപ്പോഴും പേടിയും കൊണ്ടാണ് നമ്മൾ നിലവിളിക്കുന്നത്. പക്ഷേ ആ ഒരു ഇതുപോലും അപ്പുറത്ത് കേട്ടിട്ടില്ല. അപ്പോൾ പറയുന്നത് ഈ ഒരു അതിഥി തൊഴിലാളി, അതായത് ഒരു വർഷം ഇവരുടെ വീട്ടിൽ നിന്ന ഒരു അതിഥി തൊഴിലാളി. അപ്പോൾ ആ ഒരു അതിഥി എന്നാണ് അയാളുടെ പേര്. അയാൾ വന്നിട്ട് ഇവരുടെ ഒരു 1 ലക്ഷം രൂപയൊക്കെ വിലയുള്ള ഒരു ഐഫോൺ എന്തോ മോഷ്ടിക്കുകയുണ്ടായി. പിന്നെ കുറച്ച് പൈസയൊക്കെ കട്ടെടുക്കുകയുണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ കേസിൽ അറസ്റ്റിലായിട്ട് അയാൾ ഇപ്പോൾ ഈ ഇടയ്ക്കാണെന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയ ശേഷമാണ് ഇയാൾക്ക് ഒന്നുകിൽ വൈരാഗ്യം കാണുമെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും ഇയാൾ തന്നെയായിരിക്കും. കാരണം ആസാം തൊഴിലാളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ബംഗാളി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു പേടി തോന്നും. കാരണം പക്ഷേ അവർക്ക് പെട്ടെന്ന് തുണ്ടിലുണ്ട്, അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ എല്ലാവരും ആത്മാർത്ഥതയോടെ സ്നേഹിക്കും, അവരൊക്കെ നല്ല ആൾക്കാരാണെന്നൊക്കെ വിചാരിച്ച് നല്ല ജോലിയൊക്കെ ചെയ്യും എന്നൊക്കെയുള്ള രീതി നമ്മൾ. പക്ഷേ ചില ആൾക്കാർ നല്ലതായിരിക്കും, ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കത്തില്ല. അത് നമുക്ക് ഒരിക്കലും ഈ മനുഷ്യന്മാരെ ചൂഴ്ന്ന് നോക്കാൻ പറ്റത്തില്ല. അത് വേറൊരു കാര്യമാണ്. ആ കട്ടെടുക്കേണ്ട അയാൾ ഇത് പുറത്തിറങ്ങി പിന്നെ അയാൾ വന്ന ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം. കാരണം വേറൊരു കാര്യമല്ല, ഈ വീടിനോട് അത്രയും അടുപ്പുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തോ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ്. അതായത് ഈ CCTV ക്യാമറയുടെ CD, ആ ഒരു CD പോലും കട്ടുകൊണ്ട് വരിക. അപ്പോൾ ഒരു തെളിവും ഈ CD ഒന്നും വരരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്തിരിക്കുന്നത്. അപ്പം ആ പട്ടിയാണെങ്കിലോ ആ 2 നായ്ക്കുട്ടികളുള്ളതാണെങ്കിലോ മയങ്ങി കിടക്കണം, അധികം വയ്യാത്ത പോലെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും അതിന് കഴിക്കാൻ കൊടുത്തായിരിക്കും, അത് കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ വേറൊന്നുമല്ല, ഈ കൊടുക്കുകയാണെങ്കിൽ ഈ പട്ടി കുരയ്ക്കും. അത് വേറൊരു കാര്യമാണ്. ഈ പട്ടിക്ക് കാണുന്നതിന് മുന്നേ ഒരു കുരയെങ്കിലും കുരയ്ക്കും. ഇല്ലെങ്കിൽ അറിയാന്നുള്ള ആ വീട്ടിൽ സ്ഥിരം വരുന്ന ആരെങ്കിലും ആയിരിക്കും, ഇവരെ നോട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ആരെങ്കിലും ഒരാളായിരിക്കും. തൊഴിലാളി ചെയ്തില്ല എങ്കിലും അയാൾക്ക് കുറച്ച് കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ അയാൾക്കത് ഉപയോഗമായിരിക്കും ഈ ഒരു കേസ് ഏറ്റെടുക്കാനൊക്കെ ആണെങ്കിൽ. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണെങ്കിലും ആരോട് പിണങ്ങിയാലും മിണ്ടിയിരുന്നാലും നമ്മൾ ഒരു അടുത്തുള്ള ആൾക്കാരോട് ഒരു ബന്ധം പുലർത്തിയിരിക്കുക. കാരണം വെച്ചാൽ എന്തെങ്കിലും ആപത്ത് വന്നാലും നമുക്ക് പെട്ടെന്ന് ഓടി വരാൻ വേണ്ടിയിട്ട് ആ ഒരു ആൾക്കാരെ കാണത്തുള്ളൂ. ഒരു ദാഹം വെള്ളം തരാനാണെങ്കിൽ ഇപ്പോൾ ആ ഒരു വിജയകുമാർ ഈ ഒരു സൗണ്ട് കേട്ടിട്ടാണ് പുറത്തേക്ക് പോയത്. ആ പുറത്തേക്ക് പോയത് മാത്രമേ അയാൾക്ക് ഓർമ്മയില്ല. അയാൾ അടിച്ച് കൊന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ റൂമിനകത്ത് കയറി ആ ഉറങ്ങുന്ന ആ ഒരു മീരി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ഇതുപോലെ അടിച്ചു കൊന്നിട്ട് നഗ്നയെ ഇട്ട ശേഷമാണ് ആൾ പോയിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒന്നുകിൽ ഇയാൾക്ക് ഏതോ ഒരു ശത്രുക്കൾ ഇയാളുടെ പുറകെ പിന്തുടർന്ന് പോകുന്നുണ്ടായിരിക്കാം. കാരണം ആസാമി എന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട്, കാരണം ഈ ആസാമി എന്ന് പറയുന്നത് 1 വർഷം മുന്നേ അവിടെ ജോലിയും ചെയ്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ആൾക്ക് ഈ ഒരാളിലോട്ട് ക്യാച്ച് ചെയ്യാനുള്ളൊരു പരിപാടിയും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള രീതിയിലായിട്ടും ഒരു കാര്യം പറയാം, ഈ ഇത്രയും കോടികൾ സ്വത്തുള്ള ഒരാൾക്ക് ശത്രുക്കൾ കാണും, ഒരു ശത്രുവെങ്കിലും കാണും. ആ ഒരു ശത്രു ആയിരിക്കാം ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുക, നമ്മൾ എവിടെയായിരുന്നാലും ഒരു അടുത്തുള്ള ഒരാളുമായിട്ട് ചെറിയൊരു ബന്ധമെങ്കിലും, നമ്മളതിൻ്റെ ഒരു ഉപ്പ് കൊടുത്തുള്ളൊരു ബന്ധമെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെക്കണം. കാരണം നമുക്ക് ആവശ്യം വന്നാൽ ആരാണ് ഓടിയെത്തുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ബന്ധം സൂക്ഷിക്കുന്നതെന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്ന ആൾ ഇനി ആളെ വിട്ട് ചെയ്യിച്ചതാണോ എന്തോ അറിയത്തില്ല. അപ്പം നമുക്ക് ആരെയും കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. കുറേ കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. ഫിംഗർ പ്രിൻ്റൊക്കെ ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇനി ബാക്കി കൂടെ ആരെങ്കിലും ഉണ്ടാവൂ. ഒറ്റയ്ക്കാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ആരെങ്കിലും കൂടെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ വരാനുണ്ട്.
അതുമാത്രമല്ല ഇവരുടെ കൂടെ ഒരു വയ്യാത്ത ഒരാളുണ്ട്. ആ ആൾക്ക് അധികം ചെവിയും കേട്ടൂടാ കണ്ണും കണ്ടു, അയാൾ ഒരു സൗണ്ടും കേട്ടും കാണത്തില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഈ വീട്ടുജോലിക്ക് ഇവിടെയുള്ള ആൾ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം അറിയുന്നത്. അപ്പോൾ അവരാണ് ചെന്ന് കടയിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കുകയുണ്ടായത്. പക്ഷേ അല്ല, ഈ ബംഗാളിയെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല. ബംഗാളിയുടെ മനസ്സിനകത്തൊരു പക പോലത്തെ ഒരു കാര്യം വന്നാൽ ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ അവർക്ക് തിരിഞ്ഞു നോക്കത്തില്ല. അത് സ്വന്തം ഭാര്യയാണെങ്കിലും കുഞ്ഞാണെങ്കിലും അവർക്കൊന്നും തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനത്തെ ഒരു കാര്യമുള്ള ആ ഒരു ടൈപ്പ് ആൾക്കാരും ഉണ്ട്. അപ്പോൾ കാരണം അത്രയ്ക്കും ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യത്തുള്ളൂ. കാരണം ആ മുഖമൊക്കെ അടിച്ച് പൊട്ടിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അഫാനെ തന്നെ നോക്കുക. അഫാൻ ആരോടൊക്കെ വൈരാഗ്യം പോലെ തോന്നിയിട്ടുണ്ട്, അയാൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അവരെയൊക്കെ കൊന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ജിഷയുടെ കേസിൽ തന്നെ നമ്മൾ നോക്കിയാൽ ജിഷയുടെ കേസിൽ എനിക്ക് തോന്നുന്നു അമീർ ഇസ്ലാം എന്ന് എല്ലാവരും പറയുന്നുണ്ട്, വിചാരിച്ചിട്ടില്ല. കാരണം അമീർ ഇസ്ലാമിന് ആ ഒരു ചെരുപ്പിൻ്റെ അളവാണെങ്കിൽ അമീർ ഇസ്ലാമിൻ്റെ അത് പൊക്കം കുറവാണ്, ആൾ നീളം കുറവായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇത് ചെരുപ്പിൻ്റെ അളവ് 8, 9 എന്നൊക്കെ പറയുന്ന അയാളുടെ ചെരുപ്പിൻ്റെ അളവ് 6 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലും കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതിലും അറിയുന്നുള്ള കുറേ ആളുകളുണ്ട്. പക്ഷെ ആ ആൾക്കാരൊക്കെ വെളിച്ചത്ത് വന്നിട്ടില്ല. ക്രൂരമായിട്ട് ഈ വിജയകുമാറിൻ്റെയും മീരയുടെയും പുറകിൽ ആരോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും അവർ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം 7 വർഷം മുന്നേ 2017 ഈ വിജയകുമാറിൻ്റെ മകൻ മരിക്കുകയുണ്ടായി. അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇവർക്ക് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പം ഇതിലെന്തോ കാര്യമായിട്ടുണ്ടോ, ഒന്നുകിൽ ഇവരുടെ സ്വത്ത് തട്ടിയെടുക്കാനായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനിങ് കാണും. കാരണം കോടിക്കണക്കിന് ആസ്തി നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യം, നമ്മൾ ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്തുക. നമ്മൾ ഇപ്പം പണക്കാരുമായിട്ട് ബന്ധം പുലർത്തുള്ളൂ, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഈ സമയത്ത് പാവപ്പെട്ടവരായിരിക്കും ഓടിയെത്തുന്നത്. അതും കൂടി ഒന്ന് ആലോചിച്ചാൽ ഒന്ന് നല്ലതായിരിക്കും. ഈ മതിൽക്കെട്ടൊക്കെ പൊക്കി വെച്ചെന്ന ഒരു കാര്യമില്ല. അപ്പുറത്തും നടക്കുന്നതൊന്നും അറിയാനും പറ്റത്തില്ല. സ്വന്തം വീട്ടിലുള്ളവർക്ക് നാണക്കേടുവാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മതിലും പൊക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മറ്റുള്ളവരായിട്ട് ഒരു ബന്ധം പുലർത്തുക. ഇല്ല, ബന്ധം പുലർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ വരത്തില്ല. എല്ലാവരും കൂടി ഓടി വരുമായിരുന്നു, നാട്ടുകാരെല്ലാം കൂടി ഓടി വരുമായിരുന്നു. ഇതിപ്പം റിമോട്ട് കൺട്രോളർ ഗേറ്റ് വെച്ചേക്കുന്നു, കുറേ ക്യാമറകൾ വെച്ചിരിക്കുന്നു. അപ്പം ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റാത്തൊരു മുല്ലപ്പ് പറിച്ചെന്നാൽ കൂടിയും അതോടെ ക്യാമറയിൽ പതിയും. അപ്പോൾ പിന്നെ അവർക്കുമായിട്ട് വഴക്കായിരിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയണം, നമുക്കൊരു കുഞ്ഞു വീടാണെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നത് എല്ലാവരും. എന്തായാലും ഇതിൻ്റെ സത്യം എന്തായാലും വെളിച്ചത്ത് വരട്ടെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും കാണും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇവരെ ഇനി പിന്തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഇനി ഒരു മകളും കൂടി ഉണ്ടെന്ന് പറയുന്നത്, അത് അമേരിക്കയിലാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ വീട് അനാഥമായിട്ട് പോവുകയും ചെയ്യും. ഈ വീട്ടിലേക്ക് ഈ കൊന്ന ആൾക്ക് കയറി പറ്റാനുള്ള സാഹചര്യം ഒരുക്കുന്നൊരു സമയം തന്നെയാണ്. ആ ഒരു ഇത് വഴിവെക്കരുത്. കാരണം ഇത് ആരാണോ കുറ്റവാളി, അത് ആരാണെങ്കിലും ഇതിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ വരണം, അത്രയേ ഉള്ളൂ.